ശബരിമല വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ അന്ന് വാതിൽ പണിത എളവള്ളി നന്ദകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട് തോന്നുന്നു? അത് എല്ലാം തെളിയട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോൾ 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പണിയുന്ന സമയത്ത് എന്താ അവരുടെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ആരാണ് നിങ്ങളോട് ഇത് ആവശ്യപ്പെട്ടത് പണിയാനും? അന്നത്തെ അന്തരീക്ഷങ്ങൾ എങ്ങനെയാണ്? അല്ല, പണിയാൻ ആവശ്യപ്പെട്ടത് മറ്റേ ബാംഗ്ലൂരുള്ളൊരു GSN പോറ്റി എന്ന് പറയുന്ന ഒരു തിരുമേനി എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ ശബരിമലയിലൊരു സ്വർണ്ണവാതിൽ ചെയ്യണം, അത് നന്ദന് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ സംശയം, ശബരിമലയല്ലേ, നമുക്ക് ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരാൾ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ പിന്നീടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്, ഇങ്ങനെ ഒരു വാതിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് മരം എടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ അതിൻ്റെ മരത്തിൻ്റെ പൈസ തന്നത് ഒരു അജികുമാർ എന്ന് പറഞ്ഞിട്ടാണ്. മരം എടുത്തതിന് ശേഷം മറ്റേ ബാംഗ്ലൂർ ശ്രീരാമപുരത്ത് വെച്ച് വർക്ക് ചെയ്യണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. അവിടെ ഒരാഴ്ച ഞങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം ഇത് ചേർച്ച നോക്കാൻ ശബരിമലയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ പഴയ വാതിൽ ഒരിടത്ത് ഇത് വെച്ചു, എന്നിട്ട് വീണ്ടും പഴയ വാതിലിനെ വെച്ചു. എന്നിട്ട് അതിൻ്റെ ചെമ്പിൻ്റെ പണിക്കായിട്ട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. അതിന് ശേഷം മറ്റേ സ്വർണം പൂശിയിട്ട് കൊണ്ടുവന്ന്, സ്വർണ്ണം എവിടെ പൂശിയെന്ന് എനിക്കറിയില്ല, കൊണ്ടുവന്നു. അത് എന്നിട്ട് ആഘോഷപൂർവ്വം മറ്റേ ഇവിടുന്ന് പള്ളിക്കത്തോട് സ്ഥലത്തു നിന്നാണ്, കോട്ടയത്തുള്ളൊരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തുള്ളത്. അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ എന്തെങ്കിലും ഒരു സംശയം അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ല? അല്ല, അന്നൊന്നും നമുക്കൊന്നും തോന്നിയിട്ടില്ല. അന്നൊന്നും ഇപ്പോൾ വാതിൽ നമ്മൾ വളരെ സന്തോഷപൂർവ്വം ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ ശബരിമല പോലുള്ള സ്ഥലത്ത് ചെയ്യാനുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അപ്പോൾ അത് വലിയ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ജയറാം ഉണ്ടായിരുന്നു, പത്മകുമാർ ഉണ്ടായിരുന്നു, പിന്നെ ഏതൊക്കെ MP-മാരോ MLA-മാരൊക്കെ ഉണ്ടായിരുന്നു മൂപ്പരെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അപ്പോൾ ഞങ്ങൾ ആ വണ്ടിയിൽ പോയില്ല, ഞങ്ങൾ വേറെ വണ്ടിയിൽ, എൻ്റെ വണ്ടിയിലാണ് പോയത്. എന്നിട്ട് പമ്പയിൽ ഇറങ്ങി അവിടുന്ന് ട്രാക്ടറിൽ ഈ ഡോറായിട്ടാണ് ഞങ്ങൾ പോയത്. അതെല്ലാം നിയമപരമായിട്ട് തന്നെയാണോ ചെയ്തതെന്നാണെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടിരുന്നത്? അത് അങ്ങനെയാണോ? അന്നിപ്പോൾ മറ്റു വിഷയങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഈ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, അത് നമ്മളിതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. എനിക്ക് നേരത്തെ വലിയ അഭിമാനമായിരുന്നു, ശബരിമലയിലെ സ്വർണ്ണവാതിൽ ഞാനാ ചെയ്തത്, ഗുരുവായൂരമ്പലത്തിലെ സ്വർണ്ണവാതിൽ ഞാനാ ചെയ്തത്. അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കാറ്, എനിക്ക് അനുമതി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ തടയുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അഭിമാനത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ സംഭവിച്ചതിൽ വിഷമമുണ്ട്, അത്രയും. ഇപ്പോൾ അന്ന് ദേവസ്വം ഭരണസമിതിയായിട്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഈ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ? അത് ഞാനായിട്ടൊന്നുമില്ല, ദേവസ്വമായിട്ടൊരു ബന്ധമില്ല എനിക്ക്. അതൊക്കെ എല്ലാ അയാളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്വേഷണ ഏജൻസി എന്തെങ്കിലും നോട്ടീസ് തരികയോ അങ്ങനെ എന്തെങ്കിലും മൊഴിയെടുക്കാൻ ഹാജരാവണമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതുവരെ വന്നിട്ടില്ല, ഇല്ല. സത്യത്തിൽ ഈ ശബരിമല പോലുള്ള സ്ഥലത്ത് ഇത്തരം ഒരു വിവാദങ്ങളും ഇത്തരം വിഷയങ്ങളും ഉണ്ടാകുന്നതിൽ ഒരു വിശ്വാസം എന്നല്ല അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ? അല്ല, വിഷമമുണ്ട്. ഇങ്ങനത്തെ സംഭവിക്കാൻ പാടില്ലല്ലോ, എല്ലാം വിശ്വാസികളായിട്ടല്ലേ വരണത്, സംഭവിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഇനിയും ഇനി അന്വേഷണത്തിൻ്റെ സ്വാഭാവികമായൊരു ഘട്ടത്തിൽ താങ്കളേക്കും മൊഴിയെടുക്കാൻ വിളിക്കുമായിരിക്കും സ്വാഭാവികമായിട്ട്? പറയാൻ പറ്റില്ല, ഒന്നും അറിയില്ല, എനിക്കറിയില്ല. ഞാൻ വെറും മരത്തിൻ്റെ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന് ശേഷം എപ്പോഴെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങയെ ഈ വിവാദങ്ങൾ തുടങ്ങിയതിന് ശേഷം എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഈ വിവാദം തുടങ്ങിയതിൻ്റെ 4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചിരുന്നു. മറ്റേ ശബരിമല ഡോറിൻ്റെ അടിയിൽ എലി കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെമ്പിൻ്റെ പീസ് വെച്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് വിളിച്ച്. ഞാൻ ഇല്ല പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയെന്ന് തോന്നുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അന്ന് തന്നെ ഇത് വാർത്തയ്ക്കായിട്ട് വന്നത്. അന്ന് രാത്രി ആൾ വീണ്ടും എന്നെ വിളിച്ചു. നന്ദകുമാറെ, അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, ഞാനതിൽ നിങ്ങൾ മുള്ളാനെയാണോ അടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേനി നിങ്ങൾ വിളിച്ചതിൽ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ വിളിച്ചു എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആൾ കട്ട് ചെയ്തു. 2 തവണ ഈ വിവാദങ്ങൾക്ക് ശേഷം ബന്ധപ്പെട്ടിട്ട് വിളിച്ചു. വേറെ ഒന്നും മറ്റു കാര്യങ്ങളും സംസാരിച്ചില്ല. ആ വിളിയിൽ എന്തെങ്കിലും അസ്വാഭാവികത ഫീൽ ചെയ്തോ? രണ്ടാമത് വിളിച്ചപ്പോൾ തോന്നി, ഈ മുള്ളാണി ഞാനാണോ അടിച്ചതെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതായിട്ട് ഒരു ബന്ധമില്ല. ഈ ഡോറ് വെറുതെ കൊളുത്തിയിടാൻ വേണ്ടോ, അതിൽ കുറ്റിയും കൊളുത്ത് വേണം. അതായത് ആണിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അർത്ഥം. ഈ ആണിയും ഇതൊക്കെ അടിക്കേണ്ടത് ചെമ്പിൻ്റെ ആൾക്കാരാണ്, അത് കവർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. എനിക്ക് മുള്ളാണിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, ഈ ഡോർ ആർക്കും വേണമെങ്കിൽ ഊരിയെടുക്കാം, കുറ്റിയും കൊളുത്തുക, അങ്ങനെയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ തീർന്ന് വരട്ടെ അല്ലേ? അതെ, അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം തെളിഞ്ഞ് വരട്ടെ എന്ന് പറയുള്ളൂ. അതായത് വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടു. 2ാമത്തെ വിളിയിൽ അസ്വാഭാവികത സ്വാഭാവികമായും ഫീൽ ചെയ്തു എന്നാണ് നന്ദകുമാർ പറയുന്നത്. അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന ഒരു ശുഭപ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.